ഹലോ, നിഷാദാണ്. നമ്മൾ അക്കൗണ്ടൻസിയുടെ +2 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 1-ൻ്റെ തന്നെ 8ാമത്തെ പാർട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എത്തിയത് സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ചില ഐറ്റംസുകളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ചാപ്റ്റർ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ട്രൈ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. അതിൻ്റെ എമൗണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. അതിൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരുമ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2013 സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുള്ളത് 18,300 റെസിപ്റ്റൻറ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ്റെ വാല്യൂ ആയിട്ട് തന്നിട്ടുള്ളത് 18,300 രൂപയാണ്. അപ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതെവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക, നമ്മുടെ ഫോർമാറ്റ് അതാ, ആ ഫോർമാറ്റിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക 18,300. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. അടുത്തത് എന്താണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1 ജനുവരി 2013 സബ്സ്ക്രിപ്ഷൻ. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഈ ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിലുള്ള സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ് പറയുന്നത്. നമ്മളെ ഡീറ്റെയിൽ നോക്കുമ്പോൾ 31 മാർച്ചിനാണല്ലോ ഡീറ്റെയിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31 ഡിസംബറാണ് നമുക്ക് പിന്നെ ക്ലോസിംഗ് ഡേറ്റ് ആയതുകൊണ്ട് 1 ജനുവരി എന്താണ് അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ഓപ്പണിംഗ് ആണ് അല്ലെങ്കിൽ ബിഗിനിങ് ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ എന്ത് ചെയ്യുക, 900 രൂപ നമ്മൾ അതിൻ്റേതായ സ്ഥലത്ത് കറക്റ്റ് സ്ഥലത്ത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കുക. അതേപോലെ അടുത്ത ട്രാൻസാക്ഷൻ എടുക്കുക. അതെന്താണ്, എൻഡിലുള്ള സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അത് 18,300 വരുന്നത്. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുന്ന രീതി റെക്കോർഡ് ചെയ്യുക. അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അറ്റ് ദ ബിഗിനിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെയുള്ളത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അത് എൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. ഇങ്ങനെ ഫുൾ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ചെയ്യുമ്പോൾ 18,300ക്ക് 1,300 ആഡ് ചെയ്യുക, 900 ലെസ് ചെയ്യുക, 540 ലെസ് ചെയ്യുക, അതുപോലെ 750 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇത്രയും ഡാറ്റയാണ് നമുക്കുള്ളത്. ഇനി അങ്ങനെ കൂട്ടി വരുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 18,910 രൂപ ഉണ്ട്. ഈ എമൗണ്ട് നമ്മൾ എവിടെ ചെയ്തു, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അതേ ടൈമിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഉണ്ടല്ലോ, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് എൻഡ് ബാലൻസ് ഷീറ്റിൽ, അതായത് ഈ വർഷത്തെ ഡിസംബർ 31 ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ അസറ്റാണ്. അങ്ങനെ 1,300 രൂപ അസറ്റ് സൈഡിൽ എഴുതും. അതേ ടൈമിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എൻഡിൽ കിട്ടിയത് ഈ വർഷം ചെയ്തുള്ളൂ കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യും, 540 അഡ്വാൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അത് നമ്മൾ 540 രൂപ ലയബിലിറ്റി സൈഡിലും എഴുതും. ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി. നമ്മളോട് ക്വസ്റ്റ്യനിൽ അങ്ങനെ റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് സാധാ രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഈ ഒരു ഇത് മാത്രം ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ പറഞ്ഞാൽ മാത്രം അത് ചെയ്താൽ മതി. ഈ പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ പുതിയൊരു ഐറ്റത്തിലേക്കാണ് പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ടു ബി ഡെബിറ്റഡ് ആണ്. ടു ബി ഡെബിറ്റഡ് എന്നാക്കണേ. ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അപ്പോൾ നമ്മളങ്ങനെ തിരുത്തിയിട്ടുണ്ട്. കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഇൻകം ക്രെഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പഠിച്ചത്. അത് സബ്സ്ക്രിപ്ഷൻ ആവട്ടെ, ഇനി റെൻ്റ് ആവട്ടെ, ഏത് ഐറ്റം ആവട്ടെ, നമ്മൾ ഏത് ഐറ്റം ആണോ ഉള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ഇൻകം ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽ ഒരേപോലെ തന്നെ. അപ്പോൾ ഇനി എക്സ്പെൻസ് ആകുമ്പോഴോ, ഇൻകം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള ഫോർമാറ്റും ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റ് തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. എക്സ്പെൻസസ് ആസ് പെർ റെസിപ്റ്റൻറ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള എക്സ്പെൻസ് എടുക്കുക, എന്നിട്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ആഡ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് ലെസ് ചെയ്യുക, പിന്നെ അഡ്വാൻസ് അറ്റ് എൻഡ് എന്ത് ചെയ്യുക,
ലെസ് ചെയ്യുക, അഡ്വാൻസ് അറ്റ് ബിഗിനിങ് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. ഇത്രയും കാര്യം ചെയ്താൽ എക്സ്പെൻസ് എത്ര ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടും. അതേ ഫോർമാറ്റ് നമ്മൾ പണ്ട് പറഞ്ഞ അതേപോലെ തന്നെ ALL അല്ലാന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എൻഡ് ബിഗിനിങ് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് അഡ്വാൻസ് ബിഗിനിങ്. അപ്പോൾ ആഡ് ലെസ് ആഡ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് അല്ലാന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർക്കാനും പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യുക ചെയ്തു പോവാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത് ഇൻകത്തിൻ്റെ ഇത് ചെയ്യാനും രണ്ടാമത്തെ എക്സ്പെൻഡിച്ചറിൻ്റെ ചെയ്യാനും. അപ്പോൾ ചിലവർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിരുന്നു. എന്തെന്നായാലും ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്താം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യുക എല്ലാവരും എനിക്ക് ഫോർവേഡ് ചെയ്തുതരാം, വാട്സപ്പ് ത്രൂ ഫോർവേഡ് ചെയ്തുതരാം. ഇനി നമ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ എന്ത് ചെയ്യും അതിൽ കൊടുക്കുന്നതായിരിക്കും, അതിലൂടെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ നോക്കുക. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് arrive at the amount of salary to be debited to the income and expenditure account for the year ending 31st March 2014. 2014 മാർച്ച് എൻഡ് ചെയ്യുന്ന അതേ സമയത്തുള്ള സാലറി എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ നോക്കുക. സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 18,000 ഉണ്ട്. സാലറി അൺപെയ്ഡ് അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുള്ളത്, പിന്നെ കൊടുക്കാനുള്ളത് 5,500 ഉണ്ട്. അൺപെയ്ഡ് ബിഗിനിങ്ങിൽ 7,400 ഉണ്ട്. പ്രീപെയ്ഡ് അതായത് പ്രീപെയ്ഡ് അഡ്വാൻസ് മുൻകൂട്ടി കൊടുത്ത അഡ്വാൻസ് അല്ലേ, അഡ്വാൻസ് 4,300 ഉണ്ട്. പ്രീപെയ്ഡ് 5,700 എന്താണ് പിന്നെ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്, അത് എൻഡിലാണ്. ഇത്രയും ഡീറ്റെയിലാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടാനുള്ളതാണ്, അസറ്റാണ്. പക്ഷെ കൊടുക്കാനുള്ളൊരു സാധനം അതായത് എക്സ്പെൻഡിച്ചർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്കായിരുന്നല്ലോ, എന്നാൽ അത് അപ്പോൾ എന്താണ് കിട്ടാനുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളത് അത് നമുക്ക് എന്താണ് ഇൻകമാണ്. അതുകൊണ്ട് തന്നെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. എന്നാൽ സാലറി പോലത്തെ എക്സ്പെൻഡിച്ചറാണ്, അത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക അത് കൊടുക്കാനുള്ളത്, അപ്പോൾ അത് ലയബിലിറ്റിയാണ്. അപ്പോൾ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അത് നമ്മൾ ആദ്യമേ കൊടുത്തതാണ്, അപ്പോൾ നമുക്ക് എന്താണ് അസറ്റാണ്. ഈ രീതിയിലാണ്. സബ്സ്ക്രിപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് ബാലൻസ് ഷീറ്റിലെ ട്രീറ്റ്മെൻറ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അസറ്റായി പരിഗണിക്കും, കാരണം ഇൻകം ആയതുകൊണ്ട്. എന്നാൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത് എന്താണ് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ അത് ബാധ്യതയാണ്. ഇനി അതേ ടൈമിൽ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ്, അപ്പോൾ നമുക്ക് ലയബിലിറ്റിയാണ്. എന്നാൽ അതേ ടൈമിൽ സാലറി എന്ന് പറയുന്ന സാധനം അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്, അപ്പോൾ നമുക്ക് അസറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഫോർമാറ്റിൽ എഴുതുന്നതിനൊരു മാറ്റമില്ല, അത് ഏത് അക്കൗണ്ടിങ് ഇയറിൽ റിലേറ്റഡ് ആണ് എന്നാണ് നോക്കണേ. അത് അസറ്റോ എക്സ്പെൻഡോ എന്നുള്ള രീതിയിലല്ല, ഏത് അക്കൗണ്ടിങ് ഇയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് നോക്കണേ. അതുകൊണ്ട് തന്നെ എന്തില്ല അവിടെ അതിൽ മാറ്റമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാലറി പെയ്ഡ് എത്ര 18,000 രൂപ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്തു രേഖപ്പെടുത്തി വെച്ചു. ഇനി അതിനുശേഷം അടുത്ത ഡാറ്റ എന്താ തന്നിട്ടുള്ളത്, സാലറി അൺപെയ്ഡ് ഓൺ 31st March 2014 5,500 ആണ്. അപ്പോൾ അതെന്താണ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആണ്. അപ്പോൾ അത് ആ കൃത്യമായ ഫോർമാറ്റിൽ എവിടെയാണോ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്ത ഇതെന്താ ഉള്ളത്, സാലറി അൺപെയ്ഡ് ഓൺ 1st April 2013 1st Aprilലുള്ള ഒരു സാലറി അൺപെയ്ഡ് ഉണ്ട്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് 7,400 ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ് ബിഗിനിങ് ആണ്. 1/4/2013 എന്ന് പറയുന്നത് ബിഗിനിങ് ആണ്, ഒരു വർഷത്തിൻ്റെ ബിഗിനിങ് ആണ്. നമ്മൾ എൻഡ് ചെയ്യുന്നത് 2014 മാർച്ച് 31 എന്ന് പറയുമ്പോൾ തുടങ്ങലെന്നാണ് 2013 April 1 അപ്പോൾ ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്താ ചെയ്യേണ്ടത്, അത് നമ്മുടെ അതേ രേഖ എടുത്ത് നോക്കുക. നമ്മുടെ ആ ഫോർമാറ്റിൽ കറക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അറ്റ് ദ ബിഗിനിങ് ഓഫ് കറണ്ട് ഇയർ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, സാലറി പ്രീപെയ്ഡ്, അതായത് അഡ്വാൻസ് ആയിട്ടുള്ള സാലറി. ആ സാലറി എത്ര രൂപ ഉള്ളത് 1/4/2013 ആണ്, അപ്പോൾ ബിഗിനിങ് ആണ്. അപ്പോൾ 4,300 ഉണ്ട്. ആ 4,300 ബിഗിനിങ് ഉള്ള സാലറി എന്താ ചെയ്യേണ്ടത്, ബിഗിനിങ് ഉള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് അത് നമ്മുടെ ഫോർമാറ്റിൽ നോക്കുക. നമ്മൾ താഴെ എഴുതിയ ബിഗിനിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ റിലേറ്റഡ് ആണ്,
ഈ ഡിസ്കഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 4300 നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്, സാലറി പ്രീപെയ്ഡ് 31 മാർച്ച് 2014 ആണ്. 2014 5700 5700 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാലറി മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വർഷത്തിൽ എവിടെയോ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 31 നോക്കിയപ്പോൾ അത് അഡ്വാൻസ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 31 അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തേതല്ല, അടുത്ത വർഷത്തിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തതാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾ 5700 നമ്മൾ ലെസ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ ഫോർമാറ്റിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സാലറി ടു ബി ഡെബിറ്റഡ് എന്ന് പറഞ്ഞത് 14700 ഉണ്ട്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുന്നതാണ്. അതേ ടൈമിൽ ഇനി നോക്കുക, ബാലൻസ് ഷീറ്റ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എൻഡിലുള്ള ബാലൻസ് ഷീറ്റാണ് നമ്മൾ വരക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻഡിൻ്റെ ഡാറ്റ എടുക്കേണ്ടത്. അതായത് എൻഡ് എന്ന് പറഞ്ഞാൽ മാർച്ച് 31, 2014. അപ്പോൾ എൻഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എൻഡ് മാത്രം നോക്കട്ടോ, ഔട്ട്സ്റ്റാൻഡിങ് അഡ്വാൻസും എൻഡിലുള്ളത് നോക്കുക. എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ സാലറിയാണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവാണ്. അതായത് ചിലവ് നമ്മൾ ഇനി കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ബാധ്യതയാണത്. ഔട്ട്സ്റ്റാൻഡിങ് ആയ കൊടുക്കാനുള്ള ഒരു എക്സ്പെൻഡിച്ചർ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാധ്യതയാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യണം, ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഇനി അഡ്വാൻസ് സാലറി എൻഡിൽ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എൻഡിൽ കൊടുത്ത അഡ്വാൻസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മുൻകൂട്ടി നമ്മൾ കൊടുത്തതാണ്. അതുകൊണ്ട് ഇതിനുള്ള വർക്ക് നമുക്ക് കിട്ടും. ഇനിയല്ല വർക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പൈസ തിരിച്ചു വാങ്ങും. എന്തായാലും നമുക്ക് കിട്ടാനുള്ളതാണ് അഡ്വാൻസ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അസറ്റ് സൈഡിൽ ചെയ്യും. എന്നാൽ സബ്സ്ക്രിപ്ഷൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ആ ഡിസ്കഷൻ ഓൾറെഡി പറഞ്ഞു. ഇനി അത് മനസ്സിലാകാത്തവർ ബാക്കിൽ പോയിട്ട് എന്ത് ചെയ്യുക, അത് കേട്ടിട്ട് തിരിച്ചു വരിക. ഓക്കെ, ഇനി നമ്മളെ കുറച്ച് പുതിയൊരു ഐറ്റമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ സ്റ്റോക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് അല്ലെങ്കിൽ ബാറ്റ്, ബോൾ ഇങ്ങനത്തെ ഒക്കെ സ്റ്റോക്കുകൾ ഉണ്ടാവും പലപ്പോഴും എന്ത് ചെയ്യുക, ഒരു ക്ലബിലൊക്കെ. അപ്പം ഇതിൻ്റെ ഒക്കെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വോയിസിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഐറ്റം നമ്മൾ എത്രയാണോ ചിലവാക്കിയത്, കൺസ്യൂം ചെയ്തിട്ടുള്ളത്, അതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വർഷത്തെ എക്സ്പെൻഡിച്ചറായി പരിഗണിക്കാൻ പറ്റുള്ളൂ. ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ എത്ര നമ്മൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ടാവും, ഒരുപാട് ചിലവാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് എത്ര കറക്റ്റായി ചിലവാക്കിയെന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എഴുതാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഫോർമാറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പണ്ട് ഓർക്കുക, നിങ്ങൾ ആ ട്രേഡിംഗ് അക്കൗണ്ട് ഓർത്താൽ തന്നെ മനസ്സിലാവും. അതായത് ആ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഡെബിറ്റ് സൈഡിലുള്ളതൊക്കെ കൂട്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിലുള്ളത് കുറക്കുക എന്നുള്ളതാണ് ആ ഒരു ടെക്നിക്കിൽ എടുത്താൽ. ഇനി എല്ലാം എന്നുള്ളവർക്ക് ഇത്ര ചിന്തിച്ചാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് അതിൻ്റെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ തുടങ്ങുമ്പം അതിൻ്റെ അടുത്ത് ഉള്ള ഓപ്പണിംഗ് ആയിട്ടുള്ള സ്റ്റേഷനറി അല്ലെങ്കിൽ ബോൾ എത്ര ഉണ്ട് നോക്കുക. ആ സ്റ്റേഷനറിയിൽ നിന്ന് നമ്മൾ കൂടുതൽ ഈ വർഷം എന്തെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും, പർച്ചേസസ്. അത് ആഡ് ചെയ്യുക. കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിക്ക് കുറച്ചും കൂടെ വാങ്ങി. അപ്പം ടോട്ടൽ നമ്മളെടുത്ത് എത്ര ഉണ്ട് എന്ന് ഉറപ്പായി. നമ്മൾ എത്ര രൂപേൻ്റെ സാധനം സ്റ്റേഷനറി നമ്മൾ ഈ വർഷം വാങ്ങി, അതുപോലെ നമ്മളടുത്തുണ്ട്, അത് ടോട്ടൽ കിട്ടിയിട്ട് അതിൽ നിന്ന് ഇപ്പം ബാക്കിയുള്ളത് എത്ര കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കൺസ്യൂം ചെയ്തെന്ന് കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ അത്ര റിസ്ക്കി ആയിട്ടൊന്നും ചിന്തിക്കണ്ട. വീട്ടിലെ പഞ്ചസാരൻ്റെ ഒരു കേസ് എടുക്കുക. നിങ്ങൾ 1 കിലോ പഞ്ചസാര വീട്ടിൽ ഉണ്ടായിരുന്നു കുപ്പിയിൽ നോക്കിയപ്പം കുറച്ച് പഞ്ചസാര ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് പിന്നെ വീട്ടിലെ ആളുകളൊക്കെ വിട്ടിട്ട് ഒരു 3 കിലോ പഞ്ചസാര വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങി. അപ്പോൾ മൊത്തം ഇന്ന് നമ്മുടെ അടുത്ത് എത്ര പഞ്ചസാര നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്, ആദ്യത്തെ 1 കിലോ ഓപ്പണിങ്ങിലുള്ളതും പിന്നെ അതായത് ആ കുപ്പിയിലുള്ളതും പിന്നെ വാങ്ങിയ 3 കിലോയും അങ്ങനെ 4 കിലോൻ്റെ പഞ്ചസാര നമ്മുടെ അടുത്ത് ഉണ്ട്. ഇനി നമ്മൾ നോക്കുക, ഈ ദിവസം നമ്മൾ എത്ര ചിലവാക്കിയാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അതിന് ചിലവാക്കിയപ്പോൾ നമ്മളിങ്ങനെ ഓരോ കുപ്പിക്കും വാരിയിട്ടപ്പം അല്ലെങ്കിൽ ഓരോ ചായ ഉണ്ടാക്കിയപ്പോഴും പലഹാരങ്ങൾ ഉണ്ടാക്കിയപ്പോഴും ഒന്നും എടുത്തത് എത്ര നമ്മൾ കണക്ക് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ ആദ്യം എത്ര ഉണ്ടേനിന്ന് കിട്ടി. ഇപ്പം ഈ വർഷം ഇപ്പം നമ്മളെത്ര ഉപയോഗിച്ചതെന്ന് അറിയില്ല, പക്ഷേ ഇപ്പം ബാക്കി എത്ര പഞ്ചസാര ഉണ്ട് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബാക്കി പഞ്ചസാര എത്ര ഉണ്ടെന്ന് തൂക്കി നോക്കി. 2 കിലോ പഞ്ചസാര ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ അടുത്ത് എന്തുണ്ട്, തുടക്കത്തിൽ 1 ഉണ്ടായിരുന്നു, പിന്നെ വാങ്ങിയത് 3 ഉണ്ടായിരുന്നു, അങ്ങനെ 4 ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ തൂക്കി നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആകെ 2 കിലോയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ മാസം നമ്മൾ എത്ര അല്ലെങ്കിൽ ഈ ദിവസം നമ്മൾ എത്ര ഉപയോഗിച്ചത്, മൊത്തം 4ന്ന് 2 കിലോ ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എത്ര ഉപയോഗിച്ചു, 2 കിലോ ഉപയോഗിച്ചു. അതേപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റം എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമ്മുടെ അടുത്ത് കുറച്ചുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കുറച്ച് വാങ്ങിയത്
കൂട്ടിയതിന് ശേഷം ബാക്കി എത്ര ഇവിടെ ഉണ്ടെന്ന് എണ്ണി നോക്കുക. ബാക്കി എണ്ണി നോക്കുമ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളത് കിട്ടും. അപ്പം എത്ര നമ്മൾ ഉപയോഗിച്ചെന്ന് കിട്ടാൻ പറ്റും. അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമുക്കും ഇവിടെ ഉപയോഗിക്കാനുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് പർച്ചേസസ്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അങ്ങനെ ബാക്കി നമുക്ക് എത്രയാണോ നമ്മൾ ഉപയോഗിച്ച് ഐറ്റം കൺസ്യൂം എത്രയാണോ ചെയ്തത് അത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇതിൽ നമ്മൾ ഐറ്റം പിന്നെ സ്റ്റേഷനറി ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, പർച്ചേസ് ഓഫ് സ്റ്റേഷനറി, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഇങ്ങനെ റെക്കോർഡ് ചെയ്തതിനു ശേഷം കൺസംഷൻ ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് സെപ്പറേറ്റ് എന്ത് ചെയ്യും, എഴുതും. ഇവിടെ ഏതാ ഫോർമാറ്റ് ആകുമ്പോൾ നമുക്ക് ഐറ്റം എന്നേ എഴുതാൻ പറ്റുള്ളൂ, ഐറ്റം ഏതാണെന്ന് കൺഫേം അല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് ഒരു പ്രോബ്ലം ചെയ്യാൻ ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ അതേപോലെ. ഇപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസസിൻ്റെ ഡാറ്റ നമുക്ക് ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്ന് കൂട്ടുക. നമുക്കിപ്പം പർച്ചേസിൻ്റെ ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് ചെയ്താൽ മതി. പക്ഷേ പർച്ചേസസിൻ്റെ ഡാറ്റ നമ്മുടെ അടുത്ത് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പർച്ചേസസ് എങ്ങനെ കാണണം എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യുക, നോക്കാം. ക്വസ്റ്റ്യനിൽ പർച്ചേസസ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കുക എന്താണ് ഫോർമാറ്റ്, അതിൻ്റെ ഫോർമാറ്റ് നോക്കുക. പർച്ചേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. ഒന്നാമത്തെ എമൗണ്ട് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണോ ഐറ്റം ആ എമൗണ്ടിന് വേണ്ടിയിട്ട്, ഇപ്പോൾ സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി, ബോളാണെങ്കിൽ ബോള്, പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര, അതിന് നമ്മൾ എത്ര രൂപ ഈ മാസം കൊടുത്തു നോക്കുക. ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുത്തിട്ട് എത്ര രൂപ നമ്മൾ എമൗണ്ട് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എത്ര കൊടുത്തുന്ന് നോക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സ്റ്റേഷനറിക്ക് വേണ്ടി എത്ര കൊടുത്തു ഈ ഒരു വർഷം എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യുക. അത് നമ്മൾ എടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ അതേ പഴയ ഫോർമാറ്റ് തന്നെ എന്നുള്ള ഫോർമാറ്റ്, ആഡ് ലെസ് ആഡ്, ഇതിൽ 3 ആഡ് ചെയ്യണം. അതെന്താണ്, ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പർച്ചേസസ് ഇത്ര കാണുക, നമ്മൾ എത്രയാണ് എന്നുള്ളത് പർച്ചേസസ് എങ്ങനെ കാണുക, ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ നോക്കുക. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ് അറ്റ് ദ എൻഡ് എത്ര ഉണ്ട് നോക്കുക, അത് ആഡ് ചെയ്യുക. അതായത് ഈ വർഷത്തിൻ്റെ അവസാനം നമുക്ക് കുറച്ച് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിയാണ് പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വർഷത്തെ വാങ്ങലിൽ പെട്ടതാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വാങ്ങിയതായിട്ട് രേഖപ്പെടുത്തണം. അതേ ടൈമിൽ തുടക്കത്തിൽ തന്നെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു ക്രെഡിറ്റേഴ്സിന്. ഈ ബിഗിനിങ്ങിൽ കുറച്ച് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് കഴിഞ്ഞ വർഷം വാങ്ങിയതിൻ്റെ പൈസ ഈ വർഷം കൊടുത്തതാണ്. തുടക്കത്തിൽ കൊടുക്കാണ്ട് അത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഈ വർഷം കൊടുക്കും. ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പർച്ചേസിൽ പെടൂല. അത് മുമ്പത്തെ വർഷത്തെ സാധനം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് കാണിക്കണം. ഇതാണ് അതിൻ്റെ ഇത്. ഇനി അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ക്രെഡിറ്റർ, നമുക്കിപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ സ്റ്റേഷനറി ആണെങ്കിൽ അത് തരുന്നാക്കി നമ്മൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, ഇയറിൻ്റെ അവസാനത്തിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസസ് എന്നാ നടക്കുക, അടുത്ത വർഷത്തിൽ ഏതെങ്കിലും ടൈമിലാണ് നടക്കുക. അതുകൊണ്ട് ഈ വർഷത്തെ പർച്ചേസിൽ കൂട്ടാൻ പാടുണ്ടോ, ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറക്കണം. ഇനി അഡ്വാൻസ് പെയ്ഡ് അറ്റ് ദ ബിഗിനിങ്ങിൽ നമ്മൾ കുറച്ച് പൈസ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേഷനറി വാങ്ങാൻ കൊടുത്തതായിട്ടുണ്ട്. അതിനർത്ഥം എന്താ, നമ്മൾ കഴിഞ്ഞ വർഷം അവസാനം കൊടുത്തതാണ് ആ പൈസ, അതാണ് ബിഗിനിങ്ങിൽ ഉണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, കഴിഞ്ഞ വർഷം പൈസ കൊടുത്തിട്ടുള്ളൂ, പർച്ചേസസ് എന്നാ നടക്കുക, നമ്മുടെ ഈ വർഷമാണ് നടക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഇതിൻ്റെ ലോജിക്കൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ക്രെഡിറ്റേഴ്സിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസസ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി എത്ര രൂപ കൊടുത്തെന്ന് നോക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഫോർമാറ്റ് കറക്റ്റ് നോക്കുക. ALL അതിൽ ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്. അതെന്താണ്, ക്രെഡിറ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുള്ളത്. പിന്നെ അഡ്വാൻസ് എൻഡ്, അഡ്വാൻസ് ബിഗിനിങ്, ആഡ് ലെസ് ആഡ്. ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും, പർച്ചേസ് എത്ര ഡീറ്റെയിൽ കിട്ടും. പർച്ചേസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോർമാറ്റ് പോയി നോക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പർച്ചേസസ് ഡാറ്റ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ഇങ്ങനെ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. പർച്ചേസ് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് ഡാറ്റ ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിച്ചാൽ എത്ര കൺസംഷൻ എന്ന് കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാൽക്കുലേഷൻ നടത്തേണ്ടത്. വോയിസ് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂട്യൂബാണ്, അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വോയിസ് കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേ ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കുറച്ച് കൊണ്ടുവരാനും പറ്റും. ഇനി വോയിസ് സ്പീഡ് കുറവാണെന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യുക, സ്പീഡ് പിന്നെ അതിൻ്റെ മുന്നോട്ട് ഫോർവേഡ് രീതിയിലുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് 1.25 ഒക്കെ കൊടുക്കുക. താഴെയുള്ളവർക്ക് 0.7, 0.5 ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം ഞാൻ പറയേണ്ടതില്ല. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ പർച്ചേസിൻ്റെ ഫോർമാറ്റ് കിട്ടി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്
December 2013 ഇൻ റെസ്പെക്റ്റ് ഓഫ് സ്റ്റേഷനറി ഐറ്റം കൺസ്യൂംഡ്. സ്റ്റേഷനറി ഐറ്റം എത്രയാണോ കൺസ്യൂം ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് എന്ത് പറയാണ്, നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഐറ്റം എത്ര കൺസ്യൂം ചെയ്തതെന്ന് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ക്വസ്റ്റ്യനിൽ എന്തേ ഉള്ളൂ നമ്മുടെ റിക്വയർമെൻറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി പരിഗണിക്കും. പക്ഷേ നിങ്ങൾ എക്സാമിന് ചോദ്യം വരുമ്പോൾ ഐറ്റം കൺസ്യൂം ചെയ്ത് ചോദിച്ചാൽ എന്ത് മാത്രം എഴുതിയാൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണുന്നത് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെ ഡാറ്റ നോക്കുക. സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 700 രൂപ. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി, പെയ്ഡ് ഡ്യൂറിങ് ദ ഇയറിൽ സ്റ്റേഷനറിക്ക് വേണ്ടി പേ ചെയ്തത് 1450 തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ്, സ്റ്റേഷനറിൻ്റെ ക്രെഡിറ്റേഴ്സ് 1/1 ഇത്ര കൊടുക്കാനുണ്ട്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സിന് 31/12, അതായത് എൻഡിലുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഇനി അഡ്വാൻസ് പെയ്ഡ് ഡ്യൂറിങ് ഇയർ, അഡ്വാൻസ് ബിഗിനിങ്ങും തന്നിട്ടുണ്ട്, അഡ്വാൻസ് എൻഡും തന്നിട്ടുണ്ട്. സ്റ്റോക്ക് പിന്നെ ക്ലോസിങ്ങിലുള്ള സ്റ്റോക്കാണ് ലാസ്റ്റ് തന്നത്. ഇത്രയും ഡാറ്റ തന്നെ. അപ്പോൾ നമുക്ക് കൺസംഷൻ കാണാനുള്ള ഫോർമാറ്റ് എന്താ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടാൽ കൺസംഷൻ കാണാം. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് പരിധി നോക്കുക, പർച്ചേസസിൻ്റെ ഡീറ്റെയിൽ തന്നണോ ഇല്ലേ, പർച്ചേസസ് കാണാനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പർച്ചേസസ് കണ്ടെത്തുക. പർച്ചേസസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ഡാറ്റ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, പർച്ചേസ് നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, കൺസംഷൻ കാണാം. അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സ്റ്റോക്ക് തൽക്കാലം നമ്മൾ എടുക്കണില്ല. ഫസ്റ്റ് നമ്മൾ എന്താ കാണുന്നത്, നമ്മൾ ഫസ്റ്റ് കാണുന്നത് പർച്ചേസസ് കാണാം. അതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പിന്നെ കൺസംഷൻ കാണുള്ളൂ. അതുകൊണ്ട് പർച്ചേസസിന് വേണ്ട ഫസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് എമൗണ്ട് ഫോർ സ്റ്റേഷനറി പെയ്ഡ്, എമൗണ്ട് എത്ര പേ ചെയ്തിട്ടുള്ളത് 1450. അപ്പോൾ നമ്മൾ ആ പഴയ ഫോർമാറ്റ് തന്നെ എടുക്കുക. എമൗണ്ട് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എത്രയാണ്, 1450. എമൗണ്ട് സ്റ്റേഷനറിക്ക് വേണ്ടി പേ ചെയ്ത അതേ ഫോർമാറ്റിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് റെക്കോർഡ് ചെയ്യുക. ഇനി അടുത്ത സാധനം എടുക്കുക, ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി 1/1/2013. 1/1/2013 ക്രെഡിറ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ, നമ്മൾ കൊടുക്കാനുള്ള ആളുകളാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ആളുകളാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 1/1/2013, അതായത് ബിഗിനിങ്ങിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലം തന്നെ പർച്ചേസ് ചെയ്തിച്ചിന്, അതിൻ്റെ പൈസ നമ്മളിന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ പർച്ചേസിൻ്റെ പൈസയാണ്, ഈ വർഷത്തെ പർച്ചേസിൽ കൂടാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ കൊടുത്തത് എന്ത് ചെയ്യണം, നമ്മൾ കുറക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് കറൻറ്റ് ഇയർ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യും, കുറക്കും. ഓക്കെ, അത് നമ്മൾ കറക്റ്റ് റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകും. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി 31/12/2013. അത് എത്ര ഉണ്ട്, 175 രൂപ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. 31/12/2013. അതായത് ഈ കറണ്ട് ഇയറിൻ്റെ എൻഡിൽ നമുക്ക് കുറച്ച് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. അതെന്താ, നമ്മൾ സാധനം വാങ്ങിച്ച് പൈസ കൊടുത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ്, ഈ വർഷത്തെ സാധനം വാങ്ങിയ പർച്ചേസസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നമ്മുടെ ഫോർമാറ്റിൽ നിങ്ങൾ ആഡോ ലെസ്സോ എന്നുള്ളത് നോക്കുക. ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്, കറണ്ട് ഇയറിൻ്റെ എൻഡിൽ, അറ്റ് ദ എൻഡാണ് 175 രൂപ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി അഡ്വാൻസിൻ്റെ ഡാറ്റ തന്നെ, അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 1/1/2013. ബിഗിനിങ്ങിൽ കുറച്ച് അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ കഴിഞ്ഞ വർഷം അവസാനം കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഈ വർഷം തുടക്കം നോക്കിയപ്പോൾ അഡ്വാൻസിൻ്റെ എമൗണ്ട് ബാലൻസ് ആയിട്ട് കാണുന്നുണ്ട്, അഡ്വാൻസ് കൊടുത്ത ബാലൻസ് കാണുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, കഴിഞ്ഞ വർഷം പൈസ കൊടുത്തിട്ടുണ്ട്, ഈ വർഷം നമ്മൾ എന്ത് ചെയ്തത്, സാധനം വാങ്ങിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ പർച്ചേസസിൽ നമ്മൾ പർച്ചേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്റ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ 170 അഡ്വാൻസ് അറ്റ് ബിഗിനിങ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഇനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അടുത്ത എന്താണ്, അഡ്വാൻസ് അറ്റ് എൻഡ്, അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഫോർ 31/12/2013 ഡിസംബർ, അതായത് എൻഡിലുള്ള അഡ്വാൻസ്. നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ്, നമ്മളെന്താണ് അടുത്ത വർഷം നമുക്ക് പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ പർച്ചേസിലേക്ക് കൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്ത പൈസ എന്ത് ചെയ്യുക, കുറക്കുക. അതുകൊണ്ട് അഡ്വാൻസ് 75 രൂപ എന്ത് ചെയ്യുക, കുറക്കുക. ഇങ്ങനെ മൊത്തം 1450ക്ക് 175 കൂട്ടി 250 കുറച്ച് 275 കുറച്ച് 170 കുറച്ച് കഴിഞ്ഞാൽ 1470 രൂപ നമുക്ക് എന്താണ്, ഈ വർഷത്തെ പർച്ചേസസ് ആണ്. പർച്ചേസസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഉള്ളത് നമുക്ക് ചെയ്യാൻ, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക, പർച്ചേസസ് ഇപ്പോൾ തന്നെ 1450 ആഡ് ചെയ്യുക, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. നമ്മുടെ ഇത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇനി എന്തേ എടുക്കാനുള്ളൂ,
ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഡാറ്റയുണ്ട്, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡാറ്റ ഉണ്ട്. ഇപ്പം കണ്ടുപിടിച്ച പർച്ചേസസ് എന്ത് ചെയ്യുക, ആഡും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കൺസംഷൻ എത്രയെന്ന് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ പർച്ചേസസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പർച്ചേസസ് കറക്റ്റ് 1470 നമ്മുടെ ആ ഫോർമാറ്റിൽ എന്ത് ചെയ്തു, എഴുതി വെച്ചു, പർച്ചേസസ് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പോയി നോക്കുക. ഈ പർച്ചേസ് നമ്മളിവിടെ എഴുതി വെച്ചു, കാരണം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ ഈ ഫോർമാറ്റിൽ കറക്റ്റ് എഴുതി കൊടുക്കുക. ഫോർമാറ്റ് നിങ്ങൾ രണ്ടും ആദ്യം തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ, പർച്ചേസസ് കാണാനുണ്ടെങ്കിൽ. ഇനി അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 1/1/2013 സ്റ്റേഷനറിൻ്റെ സ്റ്റോക്ക് ഓപ്പണിംഗ് ആണ്. ഒന്നിനുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് നമ്മൾ 700 രൂപ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡാറ്റ ഉണ്ടോ, അവസാനത്തെ ഡാറ്റ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് 125 രൂപ ഉണ്ട്. ഇതോടുകൂടി നമ്മൾ അതിലുള്ള എല്ലാ ഐറ്റം എടുത്തു, 125 ഇവിടെ കുറച്ചു. അങ്ങനെ അതായത് ഐറ്റം കൺസ്യൂംഡ് എന്ന് പറഞ്ഞത്, അതായത് സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ ആൻഡ് ഡെബിറ്റഡ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 2045 രൂപയാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്രയോടുകൂടി എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ 2 ഭാഗം എടുത്തു കഴിഞ്ഞാൽ പർച്ചേസസ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഐറ്റം ടു ബി അല്ലെങ്കിൽ സ്റ്റേഷനറി കൺസംഷൻ എത്രയെന്നുള്ളതും നമുക്ക് എന്ത് ചെയ്തു, കൃത്യമായിട്ട് കിട്ടി. ഇനി നമ്മൾ നോക്കുക, എന്താ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഈ ഐറ്റം യൂസ്ഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരിക എന്നുള്ള. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കും എങ്ങനെ വരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് നമുക്ക് 2 ഐറ്റമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുവരാനുള്ളത്. ഒന്നാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കൊണ്ടുവരേണ്ടതും, രണ്ടാമത്തത് ക്ലോസിംഗ് സ്റ്റോക്കും. നോക്കാം, കൺസംപ്ഷൻ ഓഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതേമാതിരി സ്റ്റേഷനറിൻ്റെ ബാക്കി പൈസ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, അസറ്റിൽ നമുക്ക് എന്താണ് ബാക്കി സ്റ്റോക്കായിട്ടുണ്ട്, അത് ഇനി എന്ത് ചെയ്യും, അടുത്ത വർഷം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ എഴുതും. ഇപ്പം ക്ലോസിംഗ് സ്റ്റോക്കാണ് 125 രൂപ ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നിന്ന് ആ 2 ഡാറ്റ നമ്മളെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കാനുള്ളൂ. ഇനി ഈ പഴയ ഫോർമാറ്റ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ കണ്ടുപിടിച്ച പർച്ചേസസ്, അത് നമുക്ക് എന്തൊക്കെ എടുക്കാണ്ട്, എൻഡ് എന്ന് എഴുതിയ 2 ഡാറ്റ എടുക്കാണ്ട്. എൻഡ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സിൻ്റെ ഡാറ്റ എടുക്കാണ്ട്, അതുപോലെ അഡ്വാൻസ് എൻഡും എടുക്കാനുണ്ട്. അഡ്വാൻസ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രെഡിറ്റേഴ്സിന് നമ്മൾ ആദ്യമായിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് നമുക്ക് എന്താണ്, അസറ്റാണ്, അതിന് നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇനി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 175 രൂപ, അതെന്താണ്, നമുക്ക് ലയബിലിറ്റിയാണ്. ഇതെന്താ ഇങ്ങനെ കൊടുക്കാനും കിട്ടാനും അതാണ്ട് നെറ്റ് ചെയ്താൽ പോരെ നിങ്ങളെ ചിന്ത ഉണ്ടാവില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് കേസ്. നമ്മൾ പിന്നെ വ്യത്യസ്തമായ ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തുനിന്നും ഡെപ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെയാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനായിരിക്കും, ഒരാൾക്ക് അഡ്വാൻസ് ആയിരിക്കും. ഒരു ബിസിനസ് എപ്പോഴും ഒരാളുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കൊള്ളണം. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഡാറ്റ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇനി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രീറ്റ്മെൻറ്റ് വരുന്നത് നോക്കുക, കൺസംഷൻ്റെ രീതി. ഇനി ക്രെഡിറ്റേഴ്സിൻ്റെ ഡാറ്റ, ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്ങുള്ള 175 ഇവിടെ എഴുതി, ബാലൻസ് ഷീറ്റിൽ അതുപോലെ അഡ്വാൻസിൻ്റെ 75 എഴുതി. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് എഴുതാനുണ്ടെന്ന് അറിയോ, ആ സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 3ഉം കൺസംഷനും അസറ്റ് സൈഡിൽ 3 വരും, ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിൻ്റെ ഡാറ്റയും വരും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തൽക്കാലം എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്യുക. ഇതാണ് നമ്പർ, അതിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൊമേഴ്സ് പാഠശാല എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ.